പക്ക ഒരു അടിപ്പടം കണ്ടുവരികയാണ്. സമയം രാത്രി 11 മണി, അധികം വെച്ചുണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ പടം ഒരു രക്ഷയില്ല. എന്താ പറയുക, ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പക്ക ഫൈറ്റാണ്. അടിപൊളിയാണ്. കണ്ടു കഴിയുമ്പോൾ നല്ലൊരു നല്ല ഫീൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമായി പോവോ. അടിപൊളിക്ക് ഇഷ്ടമായി. ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും ഒരു മോളും. അച്ഛൻ്റെ ക്യാരക്ടർ പറഞ്ഞാൽ അച്ഛൻ്റെ വീക്ക്നെസ് ഉണ്ട്. അച്ഛന് ഇതിനകത്ത് പറയുന്നില്ല, അത് നിങ്ങൾ പോയി കാണുക. അച്ഛന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പടത്തിൽ ത്രൂ ഔട്ട് നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഡബിങ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ അഭിനയിക്കാൻ ഭയങ്കര സുഖമായിരുന്നു. പക്ഷെ അല്ലേ, റിസ്കിയാണ്. പക്ഷേ ഒരു എന്താ പറയുക, അടി അതന്നെ പറഞ്ഞു. അതും അതിനകത്തുള്ള വിഷ്വൽസ് ആയാലും ലൈറ്റിംഗ് ആയാലും അതിനകത്തുള്ള ഓരോ സീക്വൻസ്, അതായത് ഒരു സീന് സ്റ്റാർട്ടിങ്ങിനുള്ള ഓടുന്നതാണ് കേട്ടോ. അച്ഛൻ ഒരു ഓട്ടം ഓടുന്നത്. അച്ഛൻ അതിനകത്ത് ഓടുന്ന മേക്ക് ചെയ്യുന്നത് ഒരു രക്ഷയില്ല. ഒരു പ്രത്യേക ടൈപ്പ് മേക്കിങ്. എന്തോ ഇതിനകത്ത്. പിന്നെ അതിനകത്തൊരു മുട്ട ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന. അതിനകത്ത് ക്യാരക്ടറിനകത്ത് ചെയ്ത് നല്ല രസമാണ് ആ മുട്ടൻ്റെ ക്യാരക്ടർ. ഒരുപാട് ഇഷ്ടമല്ലേ? വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതെ, ഒരു പടം കണ്ട് നമ്മളെ നാട്ടിലെ പടം അല്ലാതെ പെരുന്തല്ല്, തല്ലോട് തല്ല്. മുട്ടയ്ക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി, അതുകൊണ്ടാണ് സിനിമ മനസ്സിലാക്കും. അല്ല, വില്ലന്മാര് നല്ലതുണ്ട്, നല്ലവന്മാര് നല്ലതുണ്ട്. ചെയ്തെന്ന് മുട്ടയ്ക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. എല്ലാരും തല്ലും. ഒരു പക്ക അത് നമ്മള് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപാട് മുട്ട തന്നെ മൈൻഡിൽ കാണുമ്പോൾ കോമഡി അല്ല, സീരിയസ് ആണ്. പക്ഷെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ പക്ഷെ അങ്ങനെ നായകനൊക്കെ ഉപരി എനിക്ക് ആ പുള്ളിനെയാണ് ഓർമ്മ നിൽക്കുന്നത് മനസ്സിൽ. പക്ഷെ നല്ല സെറ്റാട്ടോ ഇതിന്റെ മേക്കിങ്സ്. അതിനകത്ത് ഒന്നും പറയാനില്ല. ലൈറ്റിംഗ് ഒക്കെ പക്കാണ്. അതേപോലെ അതിന്റെ മേക്കിംഗ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് എനിക്ക് കണ്ടപ്പോൾ തോന്നി. പെട്ടെന്ന് തീരും. നമ്മൾ കണ്ടിറങ്ങും. 1.5 മണിക്കൂർ 1.25 മണിക്കൂറേ പടമുള്ളൂ. പക്ഷെ ലാഗ് ഒന്നുമില്ല. അടി ഇടി പിടി. ഫൈറ്റ് സീനാണ് ഒരു രക്ഷയില്ല. 5 ആൾക്കാർ ഒരുമിച്ചടിക്കുന്നത് പക്ക. ഭയങ്കര എല്ലാരും ഒരുമിച്ച് മൂവ് ചെയ്യുന്നു. കറക്റ്റ് എങ്ങനെ സാധിക്കുന്നത്. 5 ആൾക്കാരൊക്കെ ഒരേ സമയത്ത് ഫൈറ്റ് ചെയ്യുന്നത്. അതേപോലെ ആ ഫൈറ്റ് ഫുള്ള് കറക്റ്റ് സീക്വൻസിലല്ലേ പോകുന്നത്. ഒരു സിമ്പിൾ സ്റ്റോറി. ഒരു 2 ദിവസത്തെ ജീവിതകഥ എടുത്തു വെച്ചതാ. 2 ദിവസമുള്ള കഥ. 2-3 ദിവസം അല്ലേ? 3 ദിവസമുള്ള കഥയുള്ളൂ. അത്രേ ഉള്ളൂ ഒരു ജീവിതത്തില്. പിറ്റേ ദിവസം പോകുന്നു, കിട്ടുന്നു, അങ്ങനെ എടുക്കുന്നല്ലേ കഥന്റെ സിനിമയല്ലേ പറയാ. സ്പോയിലറായി അത്രേ ഉള്ളൂ. 1.5 മണിക്കൂറേ ഉള്ളൂ സിനിമ. അപ്പോൾ നിങ്ങൾക്ക് കാണാം. മേക്കിങ്ങും ഈ ഫൈറ്റിങ്ങും ഒരു പ്രത്യേക ടൈപ്പ് പടം. നമ്മളിപ്പോൾ കണ്ടത് വെച്ച് നോക്കുമ്പോൾ മാർക്കോ അങ്ങനത്തെ ഒരു ഇടിപ്പടം അങ്ങനെ ഒരു പടമാണ്. മാർക്കോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മാർക്കോ ഇപ്പോൾ കൂട്ടില്ല. ഇന്ദുമോള് പറഞ്ഞ ബ്ലഡ് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? കമ്പയർ ചെയ്യാൻ 2 ലെവലാട്ടോ. പക്ഷെ അത് നല്ല രസമായതിനെ കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു സീരീസ് ഒരു ഫൈറ്റിംഗ് തല്ലുമാലയായിട്ട് കമ്പയർ ചെയ്യാം. മലയാളം പടമായിട്ട് കമ്പയർ ചെയ്യരുത്. വേറെ ഇതൊരു എന്താ പറയാ, ഒരു ജോൺ വിക്ക് മോഡല്. പക്ഷെ ജോൺ വിക്ക് അല്ല താനും. അതിനെക്കാട്ട് കുറച്ചുകൂടെ നല്ല ഫൈറ്റ് ചെയ്യില്ല തോന്നി. എനിക്ക് തോന്നിയ ഒരു ജാക്കി ചാൻ മോഡൽ പണ്ടത്തെ. ഞാൻ ഇപ്പൊ കണ്ട പടമായിട്ട് എനിക്ക് ഒരു പടമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. വയലന്റ് ക്രൂവലായിരുന്നില്ല, അഗ്രസീവ് ആയിരുന്നു. ഒരു എ സർട്ടിഫൈഡ് പടം കേട്ടോ. ബ്ലഡ് ഒക്കെ ഉണ്ട്. ബ്ലഡ് ഒക്കെ ഇങ്ങനെ യൂത്ത് പടം പക്ക. കണ്ട ഇടിപ്പടം ഒരു അച്ഛന് ഇഷ്ടാവും ഫോർ ഷുവർ. അല്ല ഇഷ്ടപ്പെടും. ഒരു നമുക്ക് പടത്തിന് പോകണം എല്ലാവരും കൂടെ. അപ്പോൾ നിങ്ങളൊന്ന് കാണാം, ഒന്ന് കണ്ടു നോക്കി എന്നിട്ട് നിങ്ങളെ അഭിപ്രായം പറയും.